മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് സൺഡേ ആണ്. അമ്മ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അമ്മയും ഉള്ള ഒരു ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ എടുത്തപ്പോൾ അമ്മ ഇല്ല, അമ്മ ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പം അമ്മ വൈകുന്നേരം വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വ്ളോഗിൽ കാണിച്ചത്. പിന്നെ അപ്പം ഇന്നൊരു സൺഡേ ആകുമ്പോൾ രാവിലെ തൊട്ടേ അമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണെന്ന് കാണാം. നമ്മളെ പുറത്തുള്ള വ്യൂ, ഇത് നമ്മളെ പ്ലാന്റ്സ് ആണിത്. ഇതിൽ കിളിക്കൂടുണ്ട്. ഇതിലൊന്നിൽ കിളിക്കൂടുണ്ട്. അന്ന് മഴ പെയ്തപ്പം കിളിക്കൂട് നിലത്ത് വീണ് അതിൻ്റെ അകത്തുള്ള മുട്ട ഒന്ന് പൊട്ടിപ്പോയിന്. അങ്ങനെ അച്ഛൻ അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചതാണ് ഇതിൽ കിളിക്കൂട്. അതിൽ അങ്ങനെ കിളി വരാറുണ്ട്. നോക്കാം ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഇത് അമ്മ ദോശ സെറ്റാക്കുന്നുണ്ട്. നിലൂന് ഇത് നല്ല അടിപൊളി മൊരിഞ്ഞ ദോശയാക്കുന്നുണ്ട് അമ്മ. അതിൻ്റെ ഇടയിൽ നിലൂൻ്റെ പരിപാടി കണ്ടില്ലേ, തേങ്ങ ചെരുവുന്നുണ്ട്. എന്നാ ചെയ്യുന്നേ? മസാല ശന മസാലയാണ്. അമ്പടാ വേഗം തിന്നോട്ടാ. മതിയല്ലേ? ടേബിൾ വരെ ഇരുത്തി തരട്ടെ നിലൂന? ഹായ് നിലു, ഉറങ്ങുവാന്നോ? അയ്യോ ഉറങ്ങിപ്പോയി. നിലു ഉറങ്ങിപ്പോയി. നിലു അപ്പട് കണ്ണു കൂട്ടി. ഉറങ്ങുന്നാണോ എന്ന് ചോദിച്ചാലോ? അയ്യോ ഉറങ്ങിപ്പോയി. നിലു ഉറങ്ങാ? നിലു കുളിച്ചിട്ട് നിലു ഏയ്. അപ്പൊ അച്ഛനും അമ്മയും മേലെയുള്ളത്. നമുക്ക് മേലെ പോയി നോക്കാം എന്താ ചെയ്യുന്നേന്ന്. ഇവിടെ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ ചില്ല ഇതാ ടെറസിൻ്റെ മേലേക്കാ ഉള്ളത്. മഴയും കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ തെന്നുന്നുണ്ട്. ഇതവിടെ ഒരു ചെമ്പകമുണ്ട്. അങ്ങനെ നിലു ഉറങ്ങിയിട്ടുണ്ട്. പരിപ്പും മുരിങ്ങാക്കായി കറിയും ഉണ്ടാക്കുന്ന അമ്മ. എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് പ്ലസൻ്റ് ആയേക്കാന്ന് വിചാരിച്ചു. ഒന്ന് പ്ലസൻ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ തന്നെ നമ്മൾ കുറച്ച് പ്ലസൻ്റ് ആകും. അപ്പം നമ്മൾ ഈ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ചൊരു പ്ലസൻ്റ് ആയി എന്ന് നമുക്കെന്നെ തോന്നും. അപ്പം ഞാനും ആ കാറ്റഗറി തന്നെയാണ്. എനിക്കും ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്ലസൻ്റ് ആയി എന്നുള്ളൊരു തോട്ട് വരാറുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ്ങേക്ക് കായപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. 5-6 മണിക്കൂർ ഇത് മാവ് സെറ്റാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇപ്പോഴേ വൈകുന്നേരത്തേക്കുള്ള സാധനം നമ്മളിപ്പോൾ സെറ്റാക്കുന്നത്. ഇപ്പോൾ സമയത്ര ഇപ്പം 12 മണിയാവാൻ പോകുന്നു. അപ്പം ഇപ്പോൾ ഈ മാവ് സെറ്റാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 മണിയാകുമ്പോൾ നമുക്ക് എന്താ അപ്പത്തിൻ്റെ പേര്? കായപ്പം നമുക്ക് സെറ്റാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഇതെങ്ങനെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവുന്നത്? അധികം ടൈറ്റ്. അങ്ങനെ നിലു ഇതാ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. നിലു ഇങ്ങ് വാ. നിലുവിന് എന്താ തിന്നാൻ വേണ്ടേ? ബിന്ദാരി. ഇവളോട് എന്ത് വേണം കഴിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എപ്പോഴും പറയുന്നത് ബിന്ദാരിയാണ്. ബിന്ദാരി പറയും ബിരിയാണി എന്ന് പറയുന്നതാണ്. നോക്ക് നിലൂന് എന്താ വേണ്ട തിന്നാൻ? ബിന്ദാരി. അപ്പൊ നിലു എണീറ്റിട്ടുണ്ട്. ഞാൻ നിലൂന് ഗീല് പഴം വാട്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് സെറ്റാക്കുകയാണ്.
അമ്മ ഇത് അയില മുറിക്കുന്നുണ്ട് ഇവിടുന്ന്. അയല ഇരുന്നിട്ട് തിന്ന്. കാല് നീട്ടി വെക്ക്. കഴിച്ചോ. അമ്മ മീൻകറി ആക്കുന്നുണ്ട് ഇവിടെ. അയില മുളകിട്ടതാക്കുന്നുണ്ട് അമ്മ. ഇനി ഇതിങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് തിളച്ച് ആ കഷ്ണങ്ങളിലെല്ലാം നല്ലോണം ഗ്രേവിയെല്ലാം പിടിച്ച് വറ്റിച്ചെടുക്കും. അമ്മ മീൻകറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ അകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പം ഉച്ചക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാ നിലവിന് ഇതാ എരിയുവേ നിലൂന്. മുള്ളുണ്ട്, മുള്ള്. ഗുഡ് ഗേൾ. ഷോക്ക് അടിക്കുന്ന നീലു കാണിച്ചേ. അങ്ങനെ ഷോക്ക് അടിക്കുവാ. അമ്മ ഇതവിടെ ചക്ക ഒരുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുണ്ട് ചക്ക. അപ്പം നമ്മൾ അന്ന് എടുത്തു വെച്ച ചക്ക ഉണ്ട് ഫ്രിഡ്ജിൽ. അപ്പം ലേശം ചക്ക സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ അമ്മ അരിഞ്ഞിടുന്നുണ്ട്. നിലു എന്താ ചെയ്യുന്നേ? തയ്ക്കുന്ന? എങ്ങനെയാ തുണി തയ്ക്കുന്നേ? അപ്പൊ ഇത് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാം. ഹായ്. അപ്പം ഞാനിപ്പം ഇതാ ടെറസിലാണ് ഉള്ളത്. അമ്മ ഉണ്ട് ഇവിടെ. വാഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിവിടെ ഒരു പൈപ്പ് ഉണ്ട്. അതുകൊണ്ട് അവിടെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അമ്മ മേലെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നിലൂനെയും കൊണ്ട് ഇങ്ങോട്ട് മേലോട്ട് കയറിയതാ. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇപ്പോൾ ഉച്ചയായി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ. നിലു ഉറങ്ങേണ്ട സമയമാണിത്. ഉറങ്ങിയിട്ടില്ല. ഉറങ്ങേണ്ടതാണ് അവള്. നോക്കട്ടെ നിലു, ഇതെന്താ കയ്യില്? ഇതെന്താ? ഇതിനെ ഇവള് പറയുന്നത് അമ്മറ്റാന്നാണ്. ഈ സാധനത്തിന് അവളെ പറയാ അമ്മറ്റാന്നാ. എവിടെ ഇത്? ഈ സാധനത്തിന് മാത്രല്ല, നമ്മളെ എന്ത് ഇങ്ങനത്തെ പൗഡറിന്റെ ആണെങ്കിലും എന്തിന്റെ ഈ ഒരു പാട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ പറയാം അമ്മറ്റാന്ന് പറയും. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അൻഷു ഇന്ന് വീഡിയോ കോളൊക്കെ വിളിച്ച് വർത്താനം പറഞ്ഞു. അവൾ അധികം വിളിക്കും, എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കും. അപ്പം ഇന്ന് സൺഡേ അവളെ ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെ ഇന്ന് ഹെയർ കട്ടിങ്ങിന് പോകുന്ന ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യണം എന്നെല്ലാം ചോദിച്ച് സജഷന് വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നേ. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളധികം വിളിക്കും. ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് ഓർത്ത് പിടിച്ച് വിളിക്കും. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവർക്കും ഉണ്ടാവൂലേ അല്ലേ? നമ്മൾ അങ്ങോട്ടേക്ക് ഇനീഷ്യേറ്റ് എടുത്തിട്ട് വിളിച്ചില്ലെങ്കിലും നമ്മളെ തിരിച്ചിങ്ങോട്ടേക്ക് നമ്മൾ തേടി വരുന്ന നമ്മളൊരു ഫ്രണ്ട് ഉണ്ടാവൂലേ എല്ലാവർക്കും. അങ്ങനെ ഒരു ഫ്രണ്ടാണ് ഇത്. +2 പരിചയപ്പെട്ടതാ. അതിനു മുമ്പ് നമുക്കറിയാം, പക്ഷെങ്കിൽ അത്ര വലിയ കൂട്ടൊന്നുമല്ല. +2 ലാസ്റ്റിലൊക്കെ ആയപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയത്. പിന്നെ ഡിഗ്രി നമ്മളൊപ്പരം ചെയ്തു. PG നമ്മളൊപ്പരം ചെയ്തു. അതിനുശേഷം അന്നേരം തൊട്ടേ ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പവും കീപ്പ് ചെയ്യുന്നുണ്ട്. അവൾ കല്യാണം കഴിഞ്ഞ് ദുബായിൽ പോയി ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ സെറ്റിലാണ്. പക്ഷേങ്കിൽ എന്നാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പവും അവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നെക്കാട്ടിലും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വിളിക്കുന്ന ഒരാൾ. അതിനെ പറയണമെന്ന് തോന്നി. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇതാ നിലുവിൻ്റെ കളി കണ്ട. നിലു എന്താ ചെയ്യുന്ന? നിലു നിലുട്ട ഈ പാൻറ് ഞാൻ മിഞ്ഞാന്ന് തയ്ച്ച പാൻറ്റായത്. ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചായിരുന്നു ഒരു പാൻറ് തയ്ക്കുന്നത്. അപ്പം അവള് ആ പാൻറ്റാണ് ഇട്ടിട്ടുള്ളത്.
ഞാൻ തയ്ച്ചത്. രാവിലെ ഒരു ബാറ്ററി സെറ്റാക്കിയില്ലേ നമ്മൾ, ആ ബാറ്ററി അപ്പം സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അമ്മ. എങ്ങനെ ആവുമെന്ന് അറിയില്ല. അമ്മ പറഞ്ഞു അത് ലേശം റവ ചേർക്കണമായിരുന്നു, പക്ഷേ നമ്മൾ റവ ഉണ്ടായില്ല, അതുകൊണ്ട് ആവുമെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് നിലവിട്ട പാൻറ്റ്, ഇതാ പാൻറ്റിൻ്റെ പ്രാവശ്യം ഞാൻ തയ്ച്ചപ്പോൾ ഭയങ്കര ടൈറ്റായി പോയിട്ട് കാല് കയറുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് തയ്ച്ചത്. അതുകൊണ്ട് ഇതാ കുഴപ്പമില്ല അല്ലേ നിലു? ഇഷ്ടപ്പെട്ട അമ്മ തയ്ച്ച പാൻറ്? ഇഷ്ടായി? ഇഷ്ടായോ? ആ പറ, ഇഷ്ടായി പറ. വൈകുന്നേരം ആയി, കുളിയൊക്കെ കഴിഞ്ഞു. സൂപ്പർ എന്ന് പറഞ്ഞേ, പറയടോ. സൂപ്പർ പറ. പാൻറ് സൂപ്പർ, തയ്ച്ച പാൻറ് സൂപ്പർ പറ. കുഴപ്പമില്ല കേട്ടോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അമ്മ പറഞ്ഞു റവ ആഡ് ചെയ്യാത്തതുകൊണ്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് അമ്മ പറഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഇടാഞ്ഞത് വെറുതെ ലോങ് ആക്കേണ്ട വീഡിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസിപ്പി ഒന്നും ഇടാഞ്ഞത്. ഇത് ഫേസ് പാക്ക് എന്ന് പറയുന്നത് എന്തെന്നാ? ഫേസ് പാക്ക് എന്ന് പറയുന്നതാണ്. ഇതാണ് കായ. ആ ഉണ്ടക്കായി, ഉന്നക്കായി വേറെയല്ലേ? നിലു ഒരു പാട്ട് പാടിക്കൊടുത്തേ, ഒരു പാട്ട് പാട്. ആടാട് പാട്, ആടാട്. സൂപ്പർ പാട്ടല്ലേ ചിങ്കു പാടിയത്, നിലു പാടിയത് സൂപ്പർ. സൂപ്പർ. അതുകൊണ്ടാ ഞാൻ പിന്നെയും അങ്ങോട്ട് ഇന്ത്യ ഒരു 6:45 ആയിട്ടുണ്ട്. 6:45 ഒക്കെ ആയി. വിളക്ക് എത്തിക്കേണ്ട സമയമായി. 6:30 ആകുമ്പോഴെല്ലാം ഓരോ ടൈം ഓരോ ആൾക്കാരുടെ അടുത്ത് 6:30 ഒക്കെ ആകുമ്പോൾ കത്തിക്കുമായിരിക്കും. ഓരോ ആൾക്കാരുടെ അടുത്ത് ഓരോ ടൈമല്ലേ അല്ലേ? കാക്ക അല്ലേ? ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ മാക്സിമം ഒരുവിധം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്യും, പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളിൽ ചെയ്യും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് ആഗ്രഹമുള്ളത്. മുന്നേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാണിത്. പക്ഷേങ്കിൽ കുറേ ഇങ്ങനെ ഡിലേ വന്ന് കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിക്കും, ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. അന്നേ തുടങ്ങിയാൽ മതിയായിരുന്നു. എന്നാണ് ഒരു കാര്യം പറയട്ടെ അമ്മ, ഇവിടെ വാ അമ്മ, ഒരു കാര്യം പറയട്ടെ. അപ്പം കുറച്ച് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം മേ ബി
റിഗ്രറ്റ് ആയിരിക്കും. അന്നേ തുടങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പം തന്നെ തോന്നുന്നുണ്ട് അന്നേ തുടങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളത്. ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിലു ബൈ ബൈ പറ, ടാറ്റ പറ, ടാറ്റ. ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തേ. ആ